ഈ സഹതാപം എന്ന് പറയുന്ന ഒരു സാധനം. അതെ, ട്രൂ, സത്യം. ഈ സഹതാപത്തിനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, പ്രകാശത്തേക്കാൾ വേഗതയും സഹതാപത്തോടു കൂടിയിട്ടുള്ള നോട്ടം. സത്യം. പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും വേഗത ഉണ്ട് സഹതാപത്തോട്. ഞാൻ അനുഭവിച്ച ആളാണ്. അത് നമ്മളെ തറക്കുക നമ്മുടെ ഇവിടെ. അപ്പോൾ അത് മാറണം. ഞാൻ ഇല്ലാത്ത കാലം വന്നാലും മാറണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രയത്നിച്ചു. പിന്നെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾ വന്നു. അതിൻ്റെ വലിയൊരു റിസൾട്ട് ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏതൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും അവിടെ വരുന്ന ക്രൗഡ് മൊത്തം അന്നമോളെ കാണുക, അന്നമോളുണ്ടാവും എന്ന്. കാരണം വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴും അന്നമോളുണ്ട്. അന്നമോളെ വിളിക്കുന്ന പ്രോഗ്രാമിനാണ് അന്നമോളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് പ്രതീക്ഷിച്ച്, അത് മാത്രമല്ല ആൽബം സോങ്സ് ആസ്വാദകർ മാത്രമല്ല ഇപ്പോൾ വരുന്നത്. അവിടെ മോളൊന്ന് കാണാം. പിന്നെ ചില ആളുകൾ പറയും, അഥവാ ആൽബം സോങ്സ് കേൾക്കുന്ന അപൂർവ ആളല്ല, ചില ഫാമിലീസ് വന്നിട്ട് പറയും, നിങ്ങളെ മറ്റേ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നെ കാണാൻ ആഗ്രഹിച്ചൊക്കെ അന്നമുള്ളിലൂടെ. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഇത്ര കാലമൊക്കെ ഇത്ര പാട്ടുകൾ പാടിയിട്ട് കിട്ടാത്ത എല്ലാ സ്വാഭാവികങ്ങളും അതിലൂടെ കിട്ടി. അപ്പോൾ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു കള്ളമില്ല. നമ്മൾ നല്ലത് മാത്രം പ്രതീക്ഷിച്ച് അതിന് ദൈവം തരുന്ന ഒരു. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര സിംഗേഴ്സ് ഉണ്ട്, എനിക്കായിട്ടൊരു കയ്യടിയൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ അന്നമോളെ ആ ഒരു അച്ഛനെന്ന രീതിയിൽ കിട്ടുന്ന. അപ്പോൾ ഞാൻ പറയും, ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള പിതാവ് ഒരാളെ ഞാനാണെന്ന് അല്ലേ. ഇത് ഇപ്പൊ ഇക്കന്നെ പറഞ്ഞില്ലേ, ഇക്കയെ കാണാനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നീഡുള്ള ഒരു കുട്ടിയുടെ പാരന്റ്സ് വരും എന്നുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണല്ലോ ഇക്കയും അന്നമോളെയും കാണുമ്പോൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു രീതിയിലും ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നോക്കി വളർത്തി അവക്കൊരു 10-11 വയസ്സായപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയാണ് ഷീസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഈ 10-11 വർഷം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ദറ്റ് സിമ്പിൾ അല്ലെ. അത് കടന്നു പോവാന്ന് പറയുന്ന പാരന്റ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അത്ര സിമ്പിൾ അല്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, വളരെ സ്പെഷ്യൽ ആയ ഒരു കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ അങ്ങനെയുള്ള പാരന്റ്സിനോട് എന്താ പറയാ? അത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ പറയുക, നമ്മൾ ഈ സങ്കടങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തിനാറോ, നമ്മളെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കൂടുതൽ വില കൊടുക്കാൻ വേണ്ടി. അതിന് വില. പിന്നെ നമുക്ക് നമ്മളെ സങ്കടങ്ങൾ വലുതായി കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ പ്രശ്നം. നമ്മൾക്ക് സങ്കടം ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളെക്കാൾ സങ്കടമുള്ള ആളുകളെ സങ്കടം കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ സങ്കടം ഒന്നുമില്ല. നമ്മൾ നമ്മുടെ മുകളിൽ നിൽക്കുന്നവരുമായിട്ടാണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പാരൻസിനോടൊക്കെ പറയില്ല, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് കണ്ടാൽ മതിയാണ്.